പുതിയ GST നിരക്ക് പ്രകാരം ലോട്ടറിക്ക് ഇനി മുതൽ 40% നികുതി വരും. 28% നിന്ന് 40%ത്തിലേക്ക് സമാനഘടനയിൽ മാറ്റം വരും. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാതെ തന്നെ GST വർധന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യാനാണ് ലോട്ടറി വകുപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നത്. സലീം മാലിക് വിവരങ്ങൾ നൽകും. സലീം പറയൂ. മൊത്തത്തിൽ രാജ്യത്തിൽ GSTയുടെ പുതിയ ക്രമീകരണങ്ങൾ ജനങ്ങളെ സാധാരണ നിലയിൽ ഉപകാരപ്പെടുത്തുന്നതാണെങ്കിലും ലോട്ടറി മേഖലയിൽ അതത്ര സുഖകരമായ ഒരു നടപടിയല്ല. കാരണം നിലവിൽ GST വർധനവാണ് ലോട്ടറി മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കമ്മീഷൻ ഏജന്റുമാർക്കുൾപ്പെടെ വലിയ ആശങ്ക അതുമായി ബന്ധപ്പെട്ടുണ്ട്. 40% GST നിരക്ക് എന്നുള്ളത് GST നിരക്ക് കൂടുന്നു എന്നുള്ളത് മാത്രമല്ല, അപ്പോൾ അതിനെ ഏത് നിലയിൽ മറികടക്കാമെന്ന ആലോചനയിൽ നിന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ ലോട്ടറിയുടെ ടിക്കറ്റിന്റെ വില കൂട്ടേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനു പകരം സമ്മാനങ്ങൾ കുറയ്ക്കുക, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ടിക്കറ്റിന്റെ എണ്ണത്തിൽ കുറവ് വരുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഒപ്പം തന്നെ കമ്മീഷൻ കുറയ്ക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും നിലവിൽ ലോട്ടറി വകുപ്പ് പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ ലോട്ടറി അങ്ങനെയെങ്കിൽ ഈ സമ്മാനത്തുക കുറയുകയാണെങ്കിൽ, എണ്ണം കുറയുകയാണെങ്കിൽ അത് എടുക്കാൻ വരുന്ന ആളുകളുടെ എണ്ണത്തിലും കുറവുണ്ടാകും. അങ്ങനെ ലോട്ടറി എടുക്കുന്നവർക്ക് ഉള്ള കുറവ്, നേരത്തെ തന്നെ ലോട്ടറി തുക വർദ്ധിപ്പിച്ചിരുന്നു. നാളുകൾക്ക് മാസങ്ങൾ മാത്രമാണ് ലോട്ടറി തുക വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ നിലയിലൊരു ആശങ്ക നിലവിലുണ്ട്. അപ്പോൾ തന്നെ ഈ ടിക്കറ്റ് വിൽപ്പന കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പരാതി കച്ചവടക്കാർക്കുണ്ട്. ഒപ്പമാണ് ഇപ്പോൾ ഈ കമ്മീഷനിലും കൂടി കുറവ് വരുത്തുന്നത്. വലിയ ആശങ്ക ലോട്ടറി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ചേട്ടാ, ഈ അടുത്താണ് ലോട്ടറിയുടെ തുക വർദ്ധിപ്പിച്ചത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ സമ്മാനത്തിലെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ GSTയുടെ പുതിയ പരിഷ്കാരം മറികടക്കാൻ സർക്കാർ പ്രയോഗിക്കുന്ന തന്ത്രം. അതിൽ നിങ്ങൾ സംതൃപ്തരാണോ? അല്ല, നമ്മൾ സംതൃപ്തരല്ല. നമുക്ക് സമ്മാനത്തിൻ്റെ എണ്ണവും നമ്മളെ ലാഭവും കുറയാണ്. അതും കൂടെ ഉണ്ട്. നമ്മുടെ ലാഭവും കുറയാണ്. നമ്മൾ നേരത്തെ കിട്ടുന്ന ലാഭം ഇപ്പം ഇനി ഈ GST 40% ആകുമ്പോൾ കിട്ടൂല. പിന്നെ പ്രൈസിൻ്റെ എണ്ണവും കുറയ്ക്കണമുണ്ട്. അതും ബാധകമാണ്. ആളുകൾ ടിക്കറ്റ് എടുക്കാനൊക്കെ ഒരു പ്രയാസമായിരിക്കും. ഇനി വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ കച്ചവട രീതി വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. 26-ാം തീയതി തൊട്ടുള്ള ടിക്കറ്റിനാണ് ഇത്. പിന്നെ 26-ാം തീയതി മുതലാണ് ഇത് ബാധകമായി വരുന്നത് എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ അതിലൊരു ആശങ്കയുണ്ട്. അതായത് 26-ാം തീയതി അന്ന് എടുക്കുന്ന ടിക്കറ്റ്, അന്ന് 26-ാം തീയതി നറുക്കെടുക്കുന്ന ടിക്കറ്റിനാണോ അതോ 26 മുതൽ കച്ചവടം ചെയ്യുന്ന ടിക്കറ്റിനാണോ? എങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണം? 26-ാം തീയതി നറുക്കെടുക്കുന്ന ടിക്കറ്റിനാണ് ഇത് ബാധകമായിട്ട് വന്നിട്ടുള്ളത്. അതുവരെയുള്ള ടിക്കറ്റിന് പഴയ ഇതാണ്, GST ആണ്. 26-ാം തീയതി നറുക്കെടുക്കുന്ന ടിക്കറ്റ് തൊട്ടാണ് 40% GST. അപ്പോൾ അതിലാണ് സമ്മാന ഘടനയിലും വ്യത്യാസമുള്ളത്. ഏജന്റുമാർക്കുള്ള കമ്മീഷനും കുറച്ചിട്ടുള്ളത് അതിലാണ്. ഈ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണല്ലോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഈ കച്ചവടത്തിൻ്റെ കണക്കറിയാമായിരിക്കും. ഈ ടിക്കറ്റ് വില വർദ്ധിപ്പിച്ചതിന് ശേഷം കച്ചവടത്തിൽ ഏതെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ ആ കച്ചവടമൊക്കെ മാറി വന്നതാണ്. വില വർദ്ധിക്കുമ്പോൾ എപ്പോഴും സ്വാഭാവികമായിട്ട് കച്ചവടം കുറയും. പക്ഷേ അത് മാറി ഇപ്പം നല്ല പഴയതുപോലെ നല്ല കച്ചവടം വന്നതാണ്. അപ്പോഴാണ് ഈ GST പ്രശ്നം വന്നത്. ഇപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഇനി അറിയാനേ പറ്റുള്ളൂ. വില കൂടിയപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾ 30 രൂപ 40 രൂപ ആക്കുമ്പോഴും 20 രൂപ 30 രൂപ ആക്കിയപ്പോഴും ആ സമയത്ത് ഒരു മാസം ടിക്കറ്റ് സെയിൽസ് ആവാൻ പ്രയാസമായി. അത് ഒരു മാസം 2 മാസം ആകുമ്പോൾ അത് പഴയതുപോലെ വീണ്ടും നല്ല കച്ചവടത്തിലേക്ക് ബാധിക്കും. ഇപ്പോൾ 50 രൂപ ആയതിനു ശേഷം അത് നല്ല കച്ചവടത്തിലോട്ട് വന്നപ്പോഴാണ് GST പ്രശ്നം വന്നത്. ആശങ്കയുണ്ട്. ഇനി GST പ്രശ്നത്തിൽ എങ്ങനെയാണ് ആളുകൾ പ്രതികരിക്കണമെന്ന് അറിഞ്ഞൂടാ. പ്രൈസ് കുറയുമ്പോൾ അവരുടെ ഇത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. അത് തന്നെയാണ് ഈ ലോട്ടറി കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ ഒരു ആശങ്കയുണ്ട്. എന്തായാലും 26 വരെയുള്ള ടിക്കറ്റ് കഴിഞ്ഞ ദിവസം തന്നെ അച്ചടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ അച്ചടിക്കാൻ പോകുന്ന ടിക്കറ്റിനാണ് GST നിരക്ക് ബാധകമാവുക. അങ്ങനെയാണെങ്കിൽ 26-ാം തീയതി മുതലാകും അത് നിലവിൽ വരിക. ഓക്കെ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഇത്തവണ ലോട്ടറി വിൽക്കുന്നതൊക്കെ തന്നെ വില വർധന ഇല്ലാതെയാണ് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.